ഇതാണ് കോഴീൻ്റെ കാല്. നമ്മുടെ നാട്ടിലൊന്നും ഈ കാലാരും കഴിക്കൂല. പക്ഷേ എങ്കിൽ ഈ ദുബായ് ഈ പുറത്തോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ അവിടുത്തെ ആൾക്കാർ നേപ്പാളികളായിക്കോട്ടെ, അതുപോലെ തന്നെ ബംഗാളികളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ തായ്ലാൻഡുകാർ, ഇവരെല്ലാം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ആഹാരമാണ് ഈ ചിക്കൻ്റെ കാല്. പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ ലിവറായാലും കിട്ടുന്നുണ്ട്. മട്ടൻ്റെ ലിവർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര പുച്ഛത്തോടെ കാണുന്ന സംഭവങ്ങൾ ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ഫുഡുകളാണ് ഇതൊക്കെ. കണ്ടോ? അതെ, ചിക്കൻ ലെഗ് ഓർഡർ കണ്ട്. മട്ടനൊക്കെ നമ്മളത് ഫ്രഷോടെ വെട്ടി മേടിക്കില്ലേ. ഇതുണ്ട്, ഇതിപ്പോൾ അവിടെ നിന്ന് വെട്ടിയിട്ട് വേറെ എണ്ണയിടുന്നൊക്കെ വന്നിട്ട് ഇവിടെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും വിൽക്കാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നല്ല ഫ്രഷ് ചിക്കൻ കിട്ടും. കോഴീനെ കണ്ട് ബോധ്യപ്പെട്ട് എടുക്കുകയല്ലേ. ഇവിടെ പാക്കറ്റിനകത്ത് വന്നാലും ആൾക്കാരങ്ങ് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ? നാട്ടിൽ നല്ല പിടയ്ക്കുന്ന മീനെ കിട്ടും. ഇവിടെ പിടയ്ക്കാതെ ഫ്രീസിൽ കിടക്കുന്ന മീനെ കിട്ടും. അതാണ് ഇവിടുത്തെ പുറത്തെ അവസ്ഥയും നാട്ടിലെ അവസ്ഥയും. ഇതൊക്കെയാണ് കേസ് വ്യവസ്ഥകൾ.